ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പായസമാണ് കേട്ടോ, സേമിയ പായസം. വളരെ പെട്ടെന്ന് തന്നെ വേഗം തന്നെ നമുക്ക് സേമിയ പാലും ഉണ്ടെങ്കിൽ തന്നെ വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുട്ടികളെല്ലാം പെട്ടെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ സേമിയയും പാലും കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല ടേസ്റ്റായിട്ട് ഒരു പായസം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. സേമിയ വറുക്കാനാന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന വറുത്ത സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വറുക്കിയൊന്നും വേണ്ട. ഇത് വറുക്കാത്ത സേമിയ ആയതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ 300 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാൻ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതാ സേമിയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിനി മാറ്റി വെക്കാം. ഇനി ഇതേപോലെ നമുക്ക് പായസം ഉണ്ടാക്കാൻ ഇതേപോലെ ഒരു പാത്രം വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് പാലിൽ വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. ഇത് ലൂസായിട്ട് എടുത്തതാണ്. നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. മൊത്തത്തിൽ ഞാൻ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നുള്ളത്. അതിൽ നിന്ന് ഇതേപോലെ കുറച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആ സേമിയക്ക് കുറച്ച് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ ഞാനിവിടെ ഇളക്കി കൊടുത്തിട്ടെല്ലാം ഉണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് സേമിയ വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതാ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 90% നമുക്ക് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഗസ്റ്റുകൾ വന്നാലും കുട്ടികൾക്കെല്ലാം പായസം പെട്ടെന്ന് വേണമെന്നെല്ലാം പറഞ്ഞാൽ വേഗം തന്നെ നമുക്ക് സേമിയയും പാലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാ വെള്ളവും പാലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഏലക്കായ് കുത്തിയതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്കായ് പൊടിച്ചിട്ടായാലും ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ടായിന്, അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സേമിയയെല്ലാം ഇടയ്ക്ക് കെട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി പാലൊന്ന് ചൂടായി തിളക്കാൻ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഉപ്പെരിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ പാലെല്ലാം ചെറുങ്ങനെ തിള വന്നുകൊണ്ടിരിക്കലായി, നല്ലോണം കുറുകി വരലായി പാലെല്ലാം. നമുക്ക് ഈ സാബൂനരിയൊന്നും ഇടാണ്ട് തന്നെ നമുക്ക് നല്ലോണം സെമിയും പാലും ഉണ്ടെങ്കിൽ തന്നെ
നമുക്ക് നല്ലോണം കുറുകി കിട്ടുന്ന ഒരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ പായസം. അപ്പോൾ നമ്മളെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇതാ നല്ലോണം കുറുകിയിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. വേറെ വേറെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് രണ്ടും ഒന്നിച്ച് തന്നെ ഒരേപോലെ തന്നെ ആവും കേട്ടോ. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ ഇതൊരു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വേവിക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിന് ഈ സേമിയയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കലക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.